പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന പോലെ തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരികേടായിട്ടുള്ള ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരികേടായിട്ടുള്ള ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഏതാണ് IPC സെക്ഷൻ? ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 404 കേട്ടോ. IPC സെക്ഷൻ 404 മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരികേടായിട്ടുള്ള ഉപയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ്. IPC സെക്ഷൻ 404 എന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ 4 IPC സെക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 376E ആണ് കേട്ടോ. അപ്പോൾ 376E ആണ് എന്ത് ചെയ്യുന്നത്? കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് 376E ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട് ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട് ആരെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട് ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം. OH ബെൻസിലി ആണ് കേട്ടോ. അപ്പോൾ OH ബെൻസിലി ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട് ആരാണ്? OH ബെൻസിലി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണ്? സാക്ഷി വിസ്താരം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 161 ആണ്. അപ്പോൾ 161 അനുസരിച്ചാണ് CRPC 161 അനുസരിച്ചാണ് സാക്ഷികളെ എന്ത് ചെയ്യുന്നത്? പോലീസ് വിസ്തരിക്കുന്നത്. CRPC 161 അനുസരിച്ചാണ് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. CRPC സെക്ഷൻ 64 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. CRPCയിലെ സെക്ഷൻ 64 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഏതിനെ കുറിച്ചാണ്? CRPCയിലെ സെക്ഷൻ 64 കാര്യമാണ് ചോദിക്കുന്നത്. CRPCയിലെ 64 ആണ്. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരിക. സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴുള്ള നടപടികളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴുള്ള നടപടികളെ കുറിച്ച് പറയുന്നതാണ് 64. CRPCയിലെ സെക്ഷൻ 64 എന്താണ് പറയുന്നത്? സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താൻ കഴിയാത്തപ്പോഴുള്ള നടപടികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ CRPCയിലെ സെക്ഷൻ 64 പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നമുക്കടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാണെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. എത്ര പോലീസ് ജില്ലകൾ കേരളത്തിനകത്തുണ്ട്? നമ്മളത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. കേരളത്തിലെ നിലവിൽ 20 പോലീസ് ജില്ലകളാണുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരളത്തിലെ നിലവിൽ 20 പോലീസ് ജില്ലകളാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ നിലവിൽ 20 പോലീസ് ജില്ലകളാണ് ഉള്ളത്. ഓക്കെ, നമുക്കടുത്ത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നേരിട്ട് കണ്ട ഒരു സംഭവം തെളിവായി സ്വീകരിക്കുന്നത് ഏത് തരം എവിഡൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഏത് തരം എവിഡൻസിന് ഉദാഹരണമാണെന്നത് നമ്മുടെ എവിഡൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. നേരിട്ട് കണ്ട ഒരു സംഭവം തെളിവായി സ്വീകരിക്കുന്നത് ഏത് തരം എവിഡൻസിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് തരം എവിഡൻസിന് ഉദാഹരണമാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക.
അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടൊരു സംഭവമാണെങ്കിൽ അത് ഡയറക്റ്റ് എവിഡൻസിൻ്റെ കൂട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഒരു സംഭവത്തിനെ കുറിച്ച് തെളിവ് പറയുകയാണെങ്കിൽ, സാക്ഷി പറയുകയാണെങ്കിൽ അതെന്താണ്, ഡയറക്റ്റ് എവിഡൻസിലേക്കാണ് പോകണതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ എവിഡൻസ് ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ എവിഡൻസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. എത്ര അധ്യായങ്ങളാണ് എവിഡൻസ് ആക്ടിനകത്തുള്ളത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 11 അധ്യായങ്ങളാണ് കേട്ടോ. അപ്പോൾ 11 അധ്യായങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. 11 അധ്യായങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് ഉള്ളത്. 9ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 2F പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് ചോദ്യം? വിവരാവകാശ നിയമം 2005 സെക്ഷൻ 2F പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, വിവരമാണ് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമത്തിലെ 2005 സെക്ഷൻ 2F പറയുന്നത് എന്താണ്? വിവരം കേട്ടോ, വിവരം വേണം. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമത്തിലെ 2005 സെക്ഷൻ 2F പറയുന്നത് വിവരത്തെക്കുറിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 119 ആണ്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതിലാണ് 119 അറിഞ്ഞിരിക്കുക. 119 സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് 119. 11ാമത്തെ ചോദ്യം, കൃത്യം ആവർത്തിക്കുന്ന വ്യക്തിക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ NDPS ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. NDPSൻ്റെ ആണ്. അപ്പോൾ കുറ്റകൃത്യം ആവർത്തിക്കുന്ന വ്യക്തിക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ NDPS ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഓക്കെ, ഇതിനകത്തുള്ള ഓപ്ഷൻസ് കണ്ട ശേഷം നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, സെക്ഷൻ 31 കേട്ടോ. അപ്പോൾ സെക്ഷൻ 31 അനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൃത്യം അല്ലെങ്കിൽ കുറ്റകൃത്യം ആവർത്തിക്കുന്ന വ്യക്തിക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 31 അറിഞ്ഞിരിക്കുക. കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 31 പ്രകാരമാണ് NDPS കുറ്റം ചുമർത്തുന്നത്. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷൻ ഏതാണ്? കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്, സെക്ഷൻ 16 കേട്ടോ. അപ്പോൾ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷൻ 16 അപ്പോൾ സെക്ഷൻ 16 എന്ത് ചെയ്യുന്നത്, കുറ്റം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷനാണ്. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 16 എന്ന് അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യം, DGP പദവിയിലെത്തുന്ന കേരളത്തിലെ 2ാമത്തെ വനിത ആരാണ്? നമ്മുടെ DGP പദവിയിലെത്തുന്ന കേരളത്തിലെ 2ാമത്തെ വനിത ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ബി സന്ധ്യയാണല്ലേ. അപ്പോൾ ബി സന്ധ്യയാണ് DGP പദവിയിലെത്തുന്ന കേരളത്തിലെ 2ാമത്തെ വനിതയാണ് ബി സന്ധ്യ എന്ന് അറിഞ്ഞിരിക്കുക. DGP പദവിയിലെത്തുന്ന കേരളത്തിലെ 2ാമത്തെ വനിതയാണ് ബി സന്ധ്യ എന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യം, പോലീസിൻ്റെ ഘടനയെ പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 14 അല്ലേ. അപ്പോൾ കേരള പോലീസിൻ്റെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 14. കേരള പോലീസിൻ്റെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 14 എന്ന് അറിഞ്ഞിരിക്കുക. 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മാവോയിസ്റ്റുകളെ പിടികൂടാനുള്ള കേരള പോലീസിൻ്റെ നടപടി ഏതാണ്? മാവോയിസ്റ്റുകളെ പിടികൂടാനുള്ള കേരള പോലീസിൻ്റെ നടപടി ഏതാണെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. അപ്പോൾ മാവോയിസ്റ്റുകളെ പിടികൂടാനുള്ള കേരള പോലീസിൻ്റെ നടപടി ഏതാണ്? ഓപ്പറേഷൻ അനാക്കോണ്ടയാണ് അല്ലേ. അപ്പോൾ ഓപ്പറേഷൻ അനാക്കോണ്ടയാണ് മാവോയിസ്റ്റുകളെ പിടികൂടാനുള്ള കേരള പോലീസിൻ്റെ നടപടിയാണ് ഓപ്പറേഷൻ അനാക്കോണ്ട എന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ 15 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 15 ചോദ്യത്തിനകത്തിൽ നിന്ന് ഒരു 12 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ IPCയും CRPC എവിഡൻസ് ആക്ട് പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിവിഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.